ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുറച്ച് ബിരിയാണി അരിയും കുറച്ച് വെജിറ്റബിളും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഇന്ന് കുറച്ച് വെറൈറ്റി ആണേനും അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ആ ഒരു കപ്പിനാട്ടോ ഒരു ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുക്കണം. സ്പൈസസോളെല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന നിലക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ബിരിയാണി അരിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊരു 3 വിസിൽ അടുപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് ഞാൻ തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു 3 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കി വെക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് സോയാബീൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കേബേജും കുറച്ച് ക്യാരറ്റും കൂടെ ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് സോയാബീനും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ അപ്പം ഇട്ട് കൊടുക്കുക. പിന്നെ ആ ചോറ് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് ഇനി എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും. ഞാൻ കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ മല്ലിച്ചപ്പും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അങ്ങനെ 2 ആളുടെയും ലഞ്ച് ബോക്സിലേക്ക് ഞങ്ങൾ ആക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൊടുക്കണേ. പുതിയ റെസിപ്പിയുമായി പിന്നെ വരാം. ഓക്കെ, ബൈ.